ഞാനിപ്പോ എത്തിയുള്ളൂ. കോളിംഗ് ബെൽ അടിച്ചിട്ട് ആരും കാണാത്തോണ്ട് തിരിച്ചു പോകാൻ തുടങ്ങുകയായിരുന്നു. അല്ല, മോളുണ്ടല്ലോ ഇവിടെ. പക്ഷെ വാതിലാരും തുറന്നില്ല. വാ നോക്കാം. ലോക്ക് ചെയ്തിട്ട് പോലുമില്ല. വാ. അവള് ചിലപ്പോ ഹെഡ്ഫോൺ വെച്ച് എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കാവോ? ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് ചെന്ന് കണ്ടോളാം. ആള് നല്ല പിണക്കത്തിലാണല്ലേ? എന്തോ എനിക്കറിയില്ല. കുറച്ചു മുമ്പ് ബർത്ത്ഡേ നടത്തുന്നില്ല എന്നൊരു സ്ട്രോങ് നിലപാടെടുത്തു. കുഴപ്പമില്ല, പിണക്കമൊക്കെ ഞാൻ മാറ്റിക്കോളാം. മൈഥിലി, അച്ഛനിപ്പോ സുഖായി, പതിവ് പോലെ തിരിച്ചു പോവുകയും ചെയ്തു. മനോവിഷമാണല്ലേ? അച്ഛൻ പാവാണ്. വലിയ വലിയ കാര്യങ്ങളൊന്നും മനസ്സിലൊതുക്കാനുള്ള ശക്തിയൊന്നുമില്ല. പെട്ടെന്ന് വീണുപോകും. ഞാനിപ്പോ വരാം. ശരി. കോളിംഗ് ബെല്ലടിച്ചിട്ട് ഇറങ്ങി വരാത്തപ്പോ ഞാൻ വിചാരിച്ചത് ഒന്നുകിൽ നീ ഉറക്കമായിരിക്കും, അല്ലെങ്കിൽ പാട്ടോ വല്ലതും കേൾക്കുമായിരിക്കുന്നു. കോളിംഗ് ബെല്ലടിച്ചൊക്കെ ഞാൻ കേട്ടു. ഉമ്മറത്ത് വന്നതും കണ്ടു. അപ്പോ ഒഴിവാക്കാൻ തന്നെ വരാതിരുന്നതല്ലേ? ആണോ? ഇറങ്ങി വന്നാലേ എന്റെ മര്യാദക്ക് എന്തെങ്കിലും ചോദിക്കണ്ടേ? മാഡത്തിനത് ഇഷ്ടായില്ലെങ്കിലോ? എനിക്കൊന്നിവിടെ ഇരിക്കാമോ? ഞാൻ വന്നതേ നമ്മൾ തമ്മിലുള്ള പിണക്കൊന്ന് തീർക്കാനാ. സ്നേഹയോട് ബഹളം വെച്ചതിൽ കൂടുതൽ ഞാൻ അരുണിനോടും ബഹളം വെച്ചു. അവനുമുണ്ട് പരാതി. പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിന് ഭ്രാന്ത് പിടിക്കുമ്പോ ആരോടും എങ്ങനെയാ പെരുമാറാന്ന് ഒരു നിശ്ചയമില്ല. ഐ എം സോറി. അയ്യോ, അങ്ങനെയൊന്നും മാം പറയണ്ട. അതിനെന്താ? നിന്നോടല്ലേ? അതിനൊന്നും എനിക്ക് ഒരു കുറവും തോന്നില്ല. ഞങ്ങള് മാമിനോടുള്ള സ്നേഹം കൊണ്ടാ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. എനിക്കറിയാം. ആകെ കുറച്ചു പേരേ ഉള്ളൂ സിൻസിയറായി സ്നേഹിക്കുന്നത്. അതിൽ അരുണുണ്ട്, നീയും ഉണ്ട്. നിങ്ങളെയൊന്നും എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ. നീയൊരു തൊട്ടാവാടി കുട്ടിയാ, അത് ഞാൻ മനസ്സിലാക്കണായിരുന്നു. വാ വാടി. ആഹാ, ഇത്ര പെട്ടെന്ന് മഞ്ഞിരിക്കയോ? അല്ല, ഞാൻ കരുതിയതേ കുറച്ചു നേരം കൂടെ എന്റെ മോള് വാശി പിടിച്ചിരിക്കുമെന്നാ. അച്ഛൻ എവിടുന്ന് എത്ര ദുഷ്ടതരം കിട്ടിയത്? കൂടുതൽ സ്നേഹമുള്ളവരെ ഇത്തിരി പിണങ്ങിന്ന് വരും. അതെ, ഇങ്ങനെ ഇണങ്ങാൻ വേണ്ടിട്ടാ. എന്തോ എന്റെ പൊന്നു മൈഥിലി, ഞാൻ ബാങ്കിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് മൈഥിലിയുടെ കാര്യം സംസാരിച്ചു. അപ്പൊ എന്തായിരുന്നു ഇവളുടെ ഫോം എന്നറിയോ? മതി ഒറ്റിക്കൊടുത്തത്. ദേഷ്യം വന്നാ ഞാൻ കുറെ സംസാരിക്കുന്നേ ഉള്ളൂ, അല്ലാതെ ഉള്ളിലൊന്നും ഉണ്ടായിട്ടല്ല. എന്നൊരു കാര്യം ചെയ്, ഫോൺ എടുത്ത് അരുണിനെ ഒന്ന് വിളിക്ക്. അത്യാവശ്യമായിട്ട് അവനോട് ഇങ്ങോട്ട് വരാൻ പറ. ആ പ്രശ്നം കൂടി അങ്ങോട്ട് തീർത്തേക്കാം. അയ്യോ, ഞാൻ വിളിച്ചാലേ അവനിപ്പോ ഫോൺ എടുക്കാറില്ല. ഇനി ഫോൺ എടുത്താൽ തന്നെ വരാനും പോകുന്നില്ല. മതി മതി, കൂടുതൽ നിഷ്കളങ്കത അഭിനയിക്കണ്ട. നിന്റെ കോൾ അവന്റെ ഫോണിലേക്ക് ചെന്നാ ആ നിമിഷം അവനവിടെ എത്തും. അതെനിക്കറിയാം. വിളിച്ചോ? അയ്യടാ, അവളുടെ ചിരി കണ്ടില്ലേ? യാമി, യാമി, എന്താ? ഞാനിവിടെ ഒരു ഫയൽ വെച്ചിരുന്നു, അതിവിടെ കാണാനില്ല. ആരെങ്കിലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഈ മുറിയിൽ ഒരു സാധനം നോക്കിയിട്ട് കാണുന്നില്ല, അറ്റ്ലീസ്റ്റ് ഒരു ചീപ്പ് പോലും. ഇതൊക്കെ ആരാ എടുത്തുകൊണ്ട് പോയത്? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സുമാൻഡിയെ വിളിക്കാം. സുമാൻഡി, അച്ഛാ, ദാ ചീപ്പ്. ഇതാണോ ഞാൻ ചോദിച്ചത്? ആ ഫയൽ അവിടെ കൊണ്ടുവച്ചു. എന്താ എന്താ മോളെ, എന്താ പറ്റിയ? ഈ റൂമിനകത്തിരുന്ന സാധനമൊക്കെ എവിടെ കൊണ്ടാ വെച്ചേ? എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ സാറേ. എല്ലാം ഇവിടെ തന്നെ ഉണ്ടെന്നോ? എങ്കിൽ പിന്നെ ഞാൻ തെരഞ്ഞിട്ട് എന്താ കാണാത്തെ? എന്താ നോക്കേണ്ടത്? ഞാൻ നോക്കാം. ഈ മുറി എന്നേക്കാൾ പരിചയമാണോ നിനക്ക്? എല്ലാം കൂടെ കുഴച്ചു മറിച്ചു, അല്ലാതെ ഞാൻ എന്ത് പറയാനാ? ഇന്ന് വരെ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല. എന്ത് വേണമെങ്കിലും ഈ കട്ടിലിന്റെ പുറത്ത് കൈ എത്തുന്ന ദൂരത്ത് അതുണ്ടാവും. അതിനൊക്കെ അച്ചടക്കമുള്ള ഒരു കുടുംബത്ത് വേണം. ഞാൻ ഇവിടെ ഒരു ഫയൽ വെച്ചിരുന്നു, ഇപ്പൊ തൽക്കാലം അതാ അന്വേഷിക്കുന്നത്.
സാറേ, ഫയലുകൾ എന്തെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ ഇട്ടാല് മാഡം എടുത്ത ഷെൽഫിലാ വെക്കുന്നത്. ഞാൻ എല്ലാ സ്ഥലത്തും നോക്കി, ഇതിനകത്ത് അങ്ങനെ ഒരു സാധനമില്ല. ഇനിയിപ്പോ എന്റെ കാര്യങ്ങൾ മുടക്കാനായിരിക്കും എല്ലാവരുടെയും കൂടി ശ്രമം. സുമാൻറ്റി പറഞ്ഞ സ്ഥലത്ത് അച്ഛനൊന്ന് നോക്ക്. ഒന്ന് പോകുന്നുണ്ട് ഇവിടുന്ന്. ഇനി മുതൽ എന്റെ കാര്യങ്ങൾ വേറെ ആരും നോക്കണ്ട. Get lost! എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. ഇതുവരെ മാഡം എടുത്ത് കൊടുക്കുമായിരുന്നല്ലോ. എന്നെ സ്നേഹ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ കരുതി ഇവിടെ ആർക്കെങ്കിലും സുഖമില്ലായ്മയോ മറ്റോ, അതാ ഞാൻ പെട്ടെന്ന് പോകുന്നത്. കഴിഞ്ഞോ? സാറിനെ വിളിപ്പിച്ചതേ ഞാനാ. വിഷമിക്കണ്ട അരുൺ, പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വന്നതാ. അതിന് എനിക്കെന്താ പ്രശ്നം? നിനക്ക് പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, സങ്കടങ്ങളല്ലേ ഉള്ളൂ. അത് പിന്നെ ഇല്ലാണ്ടിരിക്കൂ. ഒരു കാര്യം പ്രത്യേകിച്ച് പറയാൻ കൂടിയാ ഞാൻ വന്നത്. ഇപ്പൊ നിങ്ങളുടെ പ്രധാന ടെൻഷൻ എന്റെ കുടുംബജീവിതത്തെക്കുറിച്ചാണ്. എന്താണെന്ന് പോലും എനിക്കറിയാത്തൊരു കാര്യത്തില് സാരംഗ് തെറ്റായൊരു തീരുമാനം എടുത്തു. ഞാനത് നിങ്ങളോട് വിശദീകരിച്ച നിങ്ങൾ സാരംഗിനെ പോയി കാണും, സംസാരിക്കും. അതിന് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പിന്നെ പറഞ്ഞിട്ടെന്തിനാ? അല്ല മാം, ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം വേണ്ടേ? വേണം. ഞാനും സാരംഗും ഞങ്ങളുടെ കുടുംബവും എന്നും ഇതുപോലെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സാരംഗിൻ്റെത് ഒരു തെറ്റിദ്ധാരണയാണെങ്കിൽ അത് മാറുന്നത് തന്നെ എൻ്റെ വിശ്വാസം. ഡോക്ടർമാര് മുറിവുകൾ നന്നായിട്ട് പൊതിഞ്ഞു കെട്ടാൻ ശീലിച്ചവരാ. പക്ഷെ മുറിഞ്ഞ മനസ്സുകളെ പൊതിഞ്ഞു കെട്ടാൻ ഔഷധങ്ങളും ഇല്ല. അത് തനിയെ ശരിയാവണം. നിങ്ങളോട് എൻ്റെ റിക്വസ്റ്റാണ്, ഞാനും സാരംഗും തമ്മിലുള്ള വിഷയത്തില് ഒരു കാരണവശാലും നിങ്ങൾ ഇടപെടാൻ പാടില്ല. സാരംഗിനോടോ എന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരാളോട് പോലും നിങ്ങൾ ഈ കാര്യം സംസാരിക്കാൻ പാടില്ല. അതാണ് നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട ഒരു ഫേവർ. ഞങ്ങൾക്കും ചില കടമകളൊക്കെ ഇല്ലേ? ഉണ്ടടാ, ഞാൻ അതൊന്നും നിഷേധിക്കല്ല. സാരംഗിന്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ എന്താണെന്ന് അത് ഞാനൊന്നറിയട്ടെ. അതെനിക്ക് പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിൽ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറ്റാവുന്നത് ചെയ്യാൻ ആവശ്യപ്പെടും. അതുവരെ എനിക്ക് കുറച്ച് സമയം താ. മാം ഇങ്ങനെയൊക്കെ പറയുമ്പോ പിന്നെ ഞങ്ങൾ എന്തു പറയാനാ? എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളോട് വഴക്കിടാൻ ഞാനില്ല. എന്തെങ്കിലും പറഞ്ഞു പോയാ അതിന്റെ സ്വസ്ഥതക്കുറവ് എനിക്ക് തന്നെയാ. രണ്ടിന്റെയും മുഖോർത്താലേ എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യാം. കേട്ടല്ലോ? പിന്നെ ബർത്ത്ഡേയുടെ കാര്യം. ബർത്ത്ഡേ ദിവസം ഇവന് ഞാൻ ലീവ് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അതായിരുന്നല്ലോ ഡിമാൻഡ്. അതുമാത്രമല്ല, ബർത്ത്ഡേ സ്നേഹ ആഗ്രഹിച്ചതുപോലെ തന്നെ സന്തോഷത്തോടെ ഗംഭീരമാക്കണം. ഞാൻ റെഡിയാ. എല്ലാം ക്യാൻസൽ ചെയ്ത് ദൈവളല്ലേ. ഇനി എന്ത് ക്യാൻസൽ? ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. ആ, അപ്പൊ ഇനി പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. നീ എന്താടാ ഇങ്ങനെ നിൽക്കുന്നത്? വിട്ടുകളാ. സന്തോഷമുള്ളവരെ മാത്രം കണ്ടാ പോരല്ലോ, സങ്കടമുള്ളവരെ അടുത്തറിയണ്ടേ. അങ്ങനെയല്ലേ ജീവിതം പഠിക്കുക. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. യെസ്.
വൃന്ദ, പ്ലീസ് കം. സർ, വൃന്ദ ഇരിക്കെ. എന്തായി? അശോകനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? നോ സർ. അശോക് സാറിന്റെ നമ്പറും ഭാര്യയുടെ നമ്പറും സ്വിച്ച്ഡ് ഓഫ് ആണ്. ഞാൻ അശോക് സാറിന്റെ 1-2 റിലേറ്റീവ്സിന്റെ നമ്പർ സംഘടിപ്പിച്ചായിരുന്നു. അവരെയൊക്കെ വിളിച്ചു നോക്കിയപ്പോ അവർക്കൊന്നും വലിയ ധാരണയില്ല. ഐ തിങ്ക് റിലേറ്റീവ്സിനോട് അത്ര കണക്റ്റഡ് ആയിരുന്നില്ല അശോക് സാറ്. മിസ്സിംഗ് ഫോർ 3 days. പുറത്ത് ആളുകൾ അറിഞ്ഞ കളിയാക്കി ചിരിക്കും. SG ഗ്രൂപ്പിന്റെ മാനേജർ, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരാൾ, അയാളാണ് മിസ്സിംഗ്. സർ, ഇനി എന്തെങ്കിലും അപകടമോ മറ്റോ? ഹേ, നോ ചാൻസ്. പോലീസിനെ ഇൻഫോം ചെയ്തോ സർ? നോ. ഓഫീസിലുള്ള മറ്റ് സ്റ്റാഫുകളെ സംബന്ധിച്ച് അശോക് ഒരു ഫോറിൻ ടൂറിലാണ്. അതല്ലാന്നറിയാവുന്നത് വൃന്ദയ്ക്ക് മാത്രമാണ്. സോ ഇക്കാര്യം മറ്റൊരാൾ അറിഞ്ഞാൽ? നോ സർ, ഞാൻ ആരോടും പറയില്ല. പക്ഷേ അശോക് സാർ എന്തിനിങ്ങനെ ചെയ്യണം? അതും സാറിനോട് ഇത്ര സിൻസിയറായിരുന്നിട്ട്. സിൻസിയറിറ്റി നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത് വൃന്ദ? ഒരാൾ നമ്മുടെ മുമ്പിൽ എന്തൊക്കെയോ പെർഫോം ചെയ്യുന്നു, നമ്മൾ അതനുസരിച്ച് അയാൾക്ക് മാർക്കിടുന്നു. ഒരുപക്ഷെ അയാൾ കാണിക്കുന്നത് കള്ളത്തരമായിരിക്കാം. പക്ഷെ അത് കള്ളത്തരമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നവരെ അയാൾ നമ്മുടെ മുമ്പിൽ സേഫായിരിക്കും, അല്ലേ? അതെ സർ. ചിലരെ നമ്മൾ അന്ധമായിട്ട് വിശ്വസിച്ചു പോകും. ഒരർത്ഥത്തിൽ അത് നമുക്കുള്ള കുഴിതോണ്ടൽ തന്നെയാണ്. അശോകന്റെ കാര്യത്തിൽ എനിക്ക് സംഭവിച്ചതാ. ബട്ട് ഡോണ്ട് വറി, അശോകന് ഒരുപാട് ദൂരെയൊന്നും സഞ്ചരിക്കാൻ പറ്റില്ല. ഞാൻ പോയ അകലങ്ങളുടെ അരികിൽ പോലും അശോകൻ ഇതുവരെ പോയിട്ടില്ല. സർ, കാര്യങ്ങളൊക്കെ അല്പം പ്രശ്നത്തിലാണ്. ഈവൻ ചില ക്ലയൻസുമായിട്ടുള്ള മീറ്റിംഗ് പോലും അശോക് സാറാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് പോലും. ഓക്കെ, അത്തരം മീറ്റിങ്ങുകളൊന്നും മാറ്റണ്ട. അശോകിന് പകരം ഞാൻ നേരിട്ട് തന്നെ ഇരിക്കാം. സാറെങ്ങനെ? തൽക്കാലം അതല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. ക്ലയന്റ് മീറ്റിങ്ങുകൾ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് വൃന്ദ. പക്ഷേ താനിവിടെ ജോയിൻ ചെയ്തതിന് ശേഷം അത്തരൊരു സിറ്റുവേഷനിൽ എന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അറിയാത്തത്. അശോക് ഇവിടെ ഇല്ലാത്തത് നമ്മുടെ ഓഫീസിന്റെ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ബാധിക്കാൻ പാടില്ല. ഇറ്റ്സ് യുവർ ഡ്യൂട്ടി ആൻഡ് ഇറ്റ്സ് ഇനഫ് ഫോർ ദ ഡേ. നൗ യു ക്യാൻ ലീവ്. ഹലോ. ഇല്ല, ഇതുവരെ വിവരങ്ങളൊന്നും കിട്ടിയില്ല. സാമ്പത്തിക പ്രശ്നമുണ്ട്. തുക എത്രയെന്ന് എനിക്ക് കണക്കൂട്ടി എടുക്കേണ്ടി വരും. ഈ ഫീൽഡിൽ ചതി ആദ്യമായിട്ട് നടക്കുന്ന കാര്യമല്ല. എന്നെ അശോകിന് നന്നായിട്ട് അറിയാം. അയാൾ തിരിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതർവൈസ് ഞാൻ വിളിക്കാം. എത്ര ദിവസമായി ഇങ്ങനെ ശക്തമായ വേദന അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട്? മോർ ദാൻ 1 week. ഞാൻ പിന്നെ ഈ ക്ലാസ്സിലും വീട്ടിലുള്ള സ്ട്രെസ്സും ഉണ്ടാന്ന് കരുതി അങ്ങനെ അങ്ങ് വിട്ടു. മൈഗ്രെയിൻ്റെ സാധ്യതയാണെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഐഡന്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഐ സ്പെഷ്യലിസ്റ്റ് ഐസക് സാറിനെ ഒന്ന് കാണണം. ഞാനും വരാം സ്റ്റെഫിയുടെ കൂടെ. താങ്ക് യു. സത്യത്തിൽ ഞങ്ങൾ ഡോക്ടർമാരെക്കാളും സ്ട്രെസ്സുള്ള ജോലിയാ നിങ്ങൾ ടീച്ചേഴ്സിന്റെ. തീർച്ചയായും. പ്രത്യേകിച്ച് ഇക്കാലത്ത് +1 +2 കുട്ടികളെ കൈകാര്യം ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പണ്ടത്തെ പോലത്തെ കുട്ടികളല്ലല്ലോ ഇന്നുള്ളത്. നമ്മൾ കാണാത്ത പല ലോകവും അവർ കണ്ടിട്ടുണ്ടാവും. യു ആർ റൈറ്റ്. പേരൻസിന് ടെൻഷനാണ് എങ്ങനെ ഈ പുതിയ തലമുറ ബിഹേവ് ചെയ്യാന്നുള്ളത്. എക്സാക്ട്ലി. എത്രയോ മാതാപിതാക്കള് ഞങ്ങളുടെ മുന്നിൽ കംപ്ലൈന്റ് ആയിട്ട് വരാറുണ്ടെന്നറിയോ? മക്കളുടെ പെരുമാറ്റമാണ് പലരുടെയും വിഷയം. പലപ്പോഴും അവർ അച്ഛനും അമ്മയും പല കാര്യത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. വെരി ട്രൂ. മൈഥിലി, അസുഖത്തിന്റെ കാര്യമല്ലാതെ എനിക്ക് തന്നോട് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു.
ആര് ഫ്രീ നോ? ആ ഞാൻ ഫ്രീ ആണ്. എനിക്ക് പറയാനുള്ളത് യാമിയുടെ കാര്യമാണ്. സ്കൂളിലെ ബ്രില്യൻ സ്റ്റുഡന്റിൽ ഒരാളാണ് യാമി. ടീച്ചേഴ്സിനും മറ്റുള്ള സ്റ്റുഡൻസിനും ആ കുട്ടിയുടെ പെരുമാറ്റത്തില് വലിയ കാര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് എന്തോ ഒരു ചേഞ്ച് ഞങ്ങൾ നോട്ടീസ് ചെയ്യുന്നു. എന്തു പറ്റി? ചില കുട്ടികൾക്ക് ഈ പ്രായത്തിൽ വരുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങളുണ്ട്. മേ ബി അതാവാം. പലപ്പോഴും ക്ലാസ്സിലിരിക്കുമ്പോ യാമിയുടെ ശ്രദ്ധ അവിടെയൊന്നും അല്ല. കൂട്ടുകാരികളോടും ഇപ്പൊ സ്ഥിരമായിട്ട് യാമി വഴക്കിടുന്നു. ഞങ്ങൾ നേരിട്ട് കേട്ടിട്ടില്ല. 1-2 തവണ യാമി മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്ന് കൂട്ടുകാരികൾ പറയുന്നുണ്ട്. സ്റ്റെഫി എന്നിട്ടെന്താ എന്നോട് പറയാതിരുന്നത്? യാമി എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള കുട്ടിയാ. ശരിക്കും പറഞ്ഞ എന്റെ പെറ്റാണ്. ഈവൻ പ്രിൻസിപ്പാളിനോട് പോലും യാമിയെ കുറിച്ചൊരു കംപ്ലൈന്റ് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഞാൻ മൈഥിലിയോട് നേരിട്ട് പറയാന്ന് കരുതിയത്. ഞാൻ അവളോട് ചോദിക്കാം. മൈഥിലിയെ പോലുള്ള ഒരാളോട് പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. എങ്കിലും കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുക, ഇപ്പോഴത്തെ കുട്ടികളോട് ഷൗട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒരു ഫ്രണ്ട്ലി മൂഡിൽ അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നതാ നല്ലത്. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൽ നിന്ന് പതുക്കെ അവരെ മോചിപ്പിക്കണം. ഷുവർ സ്റ്റെഫി, താങ്ക് യു. അവളൊരു ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള കുട്ടിയാ. അത് സ്പോയിൽ ചെയ്യരുതെന്ന് പറയണം.